കുറച്ചമ്മമാർ കുട്ടികളെ പഠിക്കാൻ വിട്ട് സമാധാനത്തോടു കൂടി വീട്ടിലിരുന്നു. എന്നാൽ ഇനി കുറച്ചധിക നാളുകൾക്ക് ആ സമാധാനം അമ്മമാരുടെ പോയിരിക്കുകയാണ്. അതിന് തുടക്കമായിരുന്നു കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ രാത്രി നടന്ന പ്രതിഷേധങ്ങളുടെ തുടക്കം. SFIക്കാരോടാണ് പറയുന്നത്, അവിടെ അടങ്ങിയിരിക്കടാ എന്ന് പറഞ്ഞ SFIക്കാരന്റെ പുലിക്കുട്ടി അല്ലെങ്കിൽ തീപ്പൊരി എന്ന സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ SFIക്കാർ തന്നെ വിളിക്കുന്ന ആ തീപ്പൊരി കുറച്ചുനാൾ മുൻപ് പറഞ്ഞ കാര്യം ഓർമ്മയില്ലേ? ഭരണം കിട്ടിയെന്ന് കരുതി നിങ്ങൾ ആ പോലീസുമായി വരികയാണോ? ഞങ്ങളെ അടിക്കാൻ വന്നാൽ നിങ്ങൾ ചിന്തിച്ചത് അത് വിനയായി പോയി, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് ഞാൻ ചിന്തിച്ചു പോയ ആ കാര്യം വേണ്ടായിരുന്നു, അല്ലെങ്കിൽ തിരിച്ച് SFIക്കാരെ അടിക്കണം എന്നുള്ള തീരുമാനം വേണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ ഭാര്യയോട് പറയണം, എൻ്റെ ചിന്തയിൽ നിന്ന് എന്നെ മാറ്റാൻ ഭാര്യയോട് പറയണമെന്നൊക്കെ പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള ഈ സൗണ്ടിന് ബാസ് കയറ്റിയിട്ടുള്ള ആവേശം കയറ്റുന്ന ഒരു പണിയുണ്ടല്ലോ. 21, 22, 23 ഈ കാലഘട്ടങ്ങളിൽ ഈ ഒരു വയസ്സിൽ വളരെ തീപ്പൊരിയായി നിൽക്കുന്ന SFI എന്ന് കേട്ടാൽ ചോര തിളയ്ക്കുന്ന, ആ കൊടി പിടിക്കുമ്പോൾ ചോര തിളയ്ക്കുന്ന പ്രായത്തിലുള്ള പിള്ളേരോടാണ് പറയുന്നത്, അടിക്കാൻ ഇറങ്ങൂ, തല്ലാൻ ഇറങ്ങൂ, ഒടിക്കാൻ ഇറങ്ങൂ, കൊല്ലാൻ ഇറങ്ങൂ എന്നൊക്കെ. ഇപ്പോൾ CPMന് വേണ്ടത് ഒരു രക്തസാക്ഷിയാണ്. ഒരുപക്ഷെ അടങ്ങിയിരുന്നില്ല എന്നുണ്ടെങ്കിൽ ആ രക്തസാക്ഷി അടുത്തത് നിങ്ങളാകാം എന്നുള്ളതാണ്. SFIക്കാരോടാണ് ആ റഹീം പറഞ്ഞത് തന്നെ പറയാനുള്ളൂ, അടങ്ങിയിരിക്കണം, നന്നായി രാഷ്ട്രീയം പറയുക, നന്നായി സംവദിക്കുക, നന്നായി പ്രതികരിക്കുക, നന്നായി പ്രതിഷേധിക്കുക. അല്ലാതെ നിയമം കയ്യിലെടുത്ത് പണ്ട് വിജയനുള്ള കാലത്തെ ഗുണ്ടായുസവുമായി ഇറങ്ങിയാൽ അടക്കി ഇരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്, ജനങ്ങളുടെ സർക്കാർ, അടങ്ങി ഇരിക്കണം എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. നമുക്കറിയാം, രാഹുൽ മാങ്കൂട്ടം ഏതൊരു പോസ്റ്റ് ഇട്ടാലും അതിന്റെ താഴെ ലൈംഗിക ആരോപണ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കുറ്റങ്ങൾ, അതുപോലെ തന്നെ നിന്റെ അച്ഛനും അമ്മയും നിന്നെക്കുറിച്ച് ചിന്തിക്കുന്ന കാലം അതിനേക്കാൾ മുന്നേ ഉള്ള കാലം മുതലേ ഉള്ള പ്രസ്ഥാനമാണ്, ആ പ്രസ്ഥാനത്തെ പിള്ളേരോട് നീ പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയുന്നു. ഇതൊക്കെ തന്നെയാണ് നിന്റെ അച്ഛനും നിന്റെ അമ്മയും നിന്റെ അച്ഛനും നിന്നോട് പറയുന്നത്. നീ ഒരുപക്ഷെ അടങ്ങിയിരുന്നിരുന്നുവെങ്കിൽ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടാകുമായിരുന്നില്ല, നീ ഇപ്പോൾ മന്ത്രിയാകുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ആഭ്യന്തരമന്ത്രി, നട്ടിലുള്ള ഒരു ആഭ്യന്തരമന്ത്രി നമ്മുടെ ഈ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സംഭവ വികാസങ്ങൾ ഇനി അരങ്ങേറില്ല എന്ന് വ്യക്തമാകുന്നു. എന്തായാലും A റഹീമുമായി ബന്ധപ്പെട്ട ചില ഫേസ്ബുക്ക് പോസ്റ്റും വരുന്നുണ്ട്. ഇത് A റഹീം 5ാം ക്ലാസ്സും ഗുസ്തിയും തെരുവ് രാഷ്ട്രീയവുമാണ് ഇയാളുടെ ക്വാളിഫിക്കേഷൻ. അത് ഇയാൾ രാജ്യസഭയിൽ തെളിയിച്ചിട്ടുണ്ട്. ഉഡായിപ്പ് രാഷ്ട്രീയത്തിലൂടെ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിച്ച അത്യാവശ്യ സാമ്പത്തിക നില കൈവരിച്ചവനും അതിലൂടെ ജീവിക്കുന്നവനുമാണ് ഇയാൾ. ഭരണം കയ്യിൽ നിന്ന് പോയതുകൊണ്ട് ഇയാൾ കുറച്ച് കുട്ടികളെയും കൂട്ടി ഇപ്പോൾ തെരുവിലിറങ്ങിയിട്ടുണ്ട്. ആ കുട്ടികളുടെ ഭാവി കൂടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ കുട്ടികൾക്ക് പാസ്പോർട്ട് പോലും കിട്ടാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് ആ കുട്ടികളെ ഇയാൾ എത്തിക്കും. അവരുടെ മാത്രമല്ല മറ്റു കുട്ടികളുടെയും വിദ്യാഭ്യാസം ഇവൻ മുടക്കും. അവസാനം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ആ കുട്ടികൾ നമ്മുടെ സമൂഹത്തിലെ അറിയപ്പെടുന്ന ക്രിമിനലുകളായി മാറും. ആ കുട്ടികൾക്ക് നേരെയല്ല, ഇയാളെ പോലെയുള്ള ക്രിമിനലുകൾക്ക് നേരെയാണ് കേസെടുക്കേണ്ടത്. ഇവനൊന്നും ഇനി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാത്ത രീതിയിൽ ഇവനെയൊക്കെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം. ഈ നാട്ടിലെ യുവജനങ്ങൾക്കും ഈ നാട്ടിലെ ജനങ്ങൾക്കും പുതിയൊരു ലോകം കെട്ടിപ്പടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വളരെയേറെ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് ഇവനെ പോലെയുള്ള ക്രിമിനലുകൾ ഒരു തടസ്സമായി നിൽക്കാൻ പാടില്ല. വരുന്ന 5 വർഷം ഇവനെ പോലെയുള്ള ക്രിമിനലുകൾ സംസ്ഥാനത്തെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തിനും മുന്നോട്ടുള്ള പ്രയാണത്തിനും വളരെയേറെ തടസ്സങ്ങൾ സൃഷ്ടിക്കും. അതുകൊണ്ട് ആദ്യം തന്നെ ഇവനെ പോലെയുള്ളവരെ ഡിസ്പോസ് ചെയ്യണം. ജനങ്ങൾ സർക്കാരിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാതാവിൻ്റെ പ്രതികരണമാണ്. തനിക്കും ഈ പ്രായത്തിലുള്ള മക്കളുണ്ട്, അവരും ഒരു പക്ഷേ ഈ ഒരു ആവേശം കണ്ടിറങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് എന്തായാലും മുളയിലേ നുള്ളിക്കളയണമെന്നാണ് പറയുന്നത്. മുൻപൊന്നും ഇല്ലാത്ത തരത്തിലൊരു പ്രതികരണം വന്നിരിക്കുകയാണ്. ആ പ്രതികരണം തന്നെയാണ് ഇതിനൊക്കെയുള്ള തടസ്സം സൃഷ്ടിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ SFI KSU സംഘർഷം അതൊരു തുടക്കമാണ്. പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇപ്പോൾ പോലീസ് പറഞ്ഞൊതുക്കിയൊക്കെ വിടും. എന്നാൽ ഈ ഒരു പക, ഈ ഒരു ദേഷ്യമൊക്കെ മനസ്സിൽ കിടക്കും. നാളൊരു സമയത്ത് കൈവാക്കിന് കിട്ടുമ്പോൾ ആ പക തീർക്കാം എന്നുള്ള ഒരു ചിന്ത മനസ്സിലുണ്ടാകും. അങ്ങനെ പ്രശ്നങ്ങൾ, സംഭവ വികാസങ്ങൾ ഉണ്ടാകും. അത് തടയിടുക തന്നെ വേണമെന്നാണ് പറയുന്നത്. മാതാപിതാക്കളോടാണ്. ഒരു കുഞ്ഞിനെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ ഒരുപാട് ത്യാഗം ചെയ്തിട്ടുള്ളവരാണ് നമ്മൾ. നിറകെട്ട രാഷ്ട്രീയ ചെന്നായ്ക്കൾ നമ്മുടെ മക്കളെ ബലിയാടുകളെ പോലെ മുന്നിൽ നിർത്തി അവരുടെ നേട്ടങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ കയ്യും കെട്ടി നോക്കി നിൽക്കരുത്. ഇതിലൊരു നേതാവിന്റെ മകനും തല്ലുകൊള്ളാനോ കത്തിക്കരിയുവാനോ ഇല്ല എന്നത് നിങ്ങൾ ഓർക്കണം. നേതാക്കളുടെ മക്കൾ വിദേശത്ത് സുഖിച്ച് ജീവിക്കുമ്പോൾ നാളെ നിങ്ങൾക്ക് തുണയാവേണ്ട മക്കളെ നിങ്ങൾ തന്നെ സൂക്ഷിച്ചു കൊള്ളുക. പണ്ട് ഈ മടവീണ ജമ്മി തമ്പുരാന്മാർ ഏതെങ്കിലും പാവപ്പെട്ടവനെ മടയിൽ കുരുതി കൊടുത്ത് ഉറപ്പിക്കാറുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മടവീണ അവസ്ഥയിലാണ്.
കുരുതി കൊടുക്കാൻ ഇവർ ഇരകളെ തേടുകയാണ്. അവരുടെ നിലനിൽപ്പിന് ഏത് ഹീനമാർഗവും പ്രയോഗിക്കും. അതിൽ നമ്മുടെ മക്കൾ പെടാതിരിക്കാൻ ഉണർന്ന് തന്നെ ഇരിക്കുക. SFIക്കാരോടാണ് ആ റഹീം പറഞ്ഞു തന്നെ പറയാനുള്ളൂ. അടങ്ങിയിരിക്കണം, നന്നായി രാഷ്ട്രീയം പറയുക, നന്നായി സംവദിക്കുക, നന്നായി പ്രതികരിക്കുക, നന്നായി പ്രതിഷേധിക്കുക. അല്ലാതെ നിയമം കയ്യിലെടുത്ത് പണ്ട് വിജയനുള്ള കാലത്തെ ഗുണ്ടായിസവുമായി ഇറങ്ങിയാൽ അടക്കി ഇരുത്താൻ ഇവിടെ ഒരു സർക്കാരുണ്ട്. ജനങ്ങളുടെ സർക്കാർ. അടങ്ങിയിരിക്കണം.